യേശു ജനങ്ങളെ അടുത്തേക്ക് വിളിച്ച് എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ എന്ന് പറഞ്ഞു. ഈ നോമ്പില് യേശു നമ്മളോടും പറയുന്നത് തന്നെയാണ്. എന്താണ്? 3 കാര്യങ്ങളാണ് നോമ്പിൽ ചെയ്യേണ്ടത്. അടുത്തേക്ക് വരിക. യേശു എന്താ ജനത്തോട് പറഞ്ഞത്? അടുത്തേക്ക് വാ മക്കളെ. ദൈവത്തിൻ്റെ അരികിലേക്ക് ചേർന്നിരിക്കേണ്ട ദിവസങ്ങളാകട്ടെ. ദൈവത്തിൻ്റെ ചൂട് അനുഭവിക്കുന്ന ആ ചൂടിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാകണം നമ്മുടെ. റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ സാറ്റിസ്ഫൈ ആയിട്ട് നമ്മൾ പോകരുത്. അതിനപ്പുറം എന്തോ എനിക്ക് ചെയ്യാൻ പറ്റും എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ. റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജപമാല, റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സമയത്ത് പ്രാർത്ഥന, അത്രയും മാത്രമായിട്ട് നോമ്പ് നമ്മൾ അവസാനിപ്പിക്കരുത്. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ച് നോക്കുക, റൊട്ടീനപ്പുറമായിട്ട് ഞാനൊരു റിസ്ക് എടുത്ത് എന്താണ് ചെയ്യുന്നത്? അരികിലേക്ക് വരാൻ. രണ്ടാമതായിട്ട് വാക്കുകൾ കേൾക്കുക. കുറേയേറെ സംസാരിക്കുന്നതിനപ്പുറമായിട്ട് ഒന്ന് നോക്കിയിരുന്ന് അവൻ എന്താണ് എന്നോട് പറയുന്നതെന്ന് കേൾക്കാൻ ഒന്ന് മനസ്സുണ്ടാകട്ടെ. മൂന്നാമതായിട്ട് മനസ്സിലാക്കാൻ. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന് ശാന്തമാകുമ്പോഴേ മനസ്സിലാകുള്ളൂ. കുറേ അറിവ് നമുക്കുണ്ട്, എന്നാൽ യേശു നൽകുന്ന അറിവ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. അത് വെളിപ്പെടുത്തലാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഇവിടെ അരികിലേക്ക് വരണം. അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഈ അറിവ് കിട്ടില്ല. അല്ലാത്തവർക്ക് മറ്റുള്ള വായനകളുള്ള അറിവുകളൊക്കെ കിട്ടും. എന്നാൽ യേശു തരുന്ന അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാനം കൊണ്ടുള്ള, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടുള്ള അറിവാണ്. അത് ഇന്ന് കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തേക്ക് വാ മക്കളെ, വാക്ക് കേൾക്കുക മക്കളെ, മനസ്സിലാക്കുക മക്കളെ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.